ഇന്ന് നമുക്ക് നല്ല മധുരമുള്ളൊരു ഒഴിച്ചുകൂട്ടാൻ ഉണ്ടാക്കാം. പഴം വെച്ചിട്ടാണ്, നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. അതിനാദ്യം നേന്ത്രപ്പഴം നടുവെ പിളർന്ന് കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് എടുക്കുക. അത് കഷ്ണം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനാദ്യം ഒരു അരക്കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ സാധാരണ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം, അതിൽ 1 കപ്പ് നല്ല കട്ട തൈര് ഒന്ന് ഉടച്ചിട്ട് അതും കൂടെ ചേർത്ത് അരച്ചെടുക്കുക. തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ, തേങ്ങയും തൈരും കൂടെ ചേർത്താണ് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ കറിയിൽ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോവില്ല. അത് അല്ലാതെ നമ്മൾ തൈര് മാത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് അരച്ച് വെന്ത് വന്ന കഷ്ണത്തിലേക്ക് ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. താഴ്ത്തി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കുക. അങ്ങനെ ആകുമ്പോൾ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് ശേഷം അതിലേക്ക് ഒരച്ച് ശർക്കര ഇടുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര അച്ചില്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് വറവ് ഒരു പ്രധാനമാണ് ടേസ്റ്റ് കൂട്ടാൻ. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ചിലർ നെയ്യിൽ വറവിടുന്നവരുണ്ട്, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉലുവ, ചുവന്ന മുളക് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. നന്നായിട്ട് പൊട്ടി കരിയരുത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പൊട്ടി, കടുക് പൊട്ടി ഉലുവയും ഒന്ന് പൊട്ടി വരും. അപ്പോൾ ഉലുവയൊക്കെ പെട്ടെന്ന് കരിയണതാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് നമ്മുടെ മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം എടുത്ത ജോലിയൊക്കെ വെറുതെ ആവും. അപ്പോൾ ഇതും കൂടെ പൊട്ടിക്കഴിയുമ്പോൾ അതുപോലെ ചുവന്ന മുളക് ഒട്ടും കരിയരുത്. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി അത്രയും ആയാൽ മതി. അതും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആ വറവിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടാൻ നല്ലതാണ്. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് പൈനാപ്പിൾ വയ്ക്കാം, മാങ്ങ വയ്ക്കാം. ഇങ്ങനെയുള്ള മധുരമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ കറി വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് എഴുതുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ. ഓക്കെ.